എൻ്റെ പൊന്നളിയെ ഞാൻ ഇന്ന് പറയാൻ അർജന്റീനയെ പറ്റിയാണ്. പറയാതിരിക്കാൻ പറ്റൂല. അവർ കളിച്ച എല്ലാ കളിയും ജയിച്ചിട്ടുണ്ട്. അവർ സുഖമായിട്ട് റൗണ്ട് ഓഫ് 32 വന്ന്. നമ്മൾ പറയുകയാണെങ്കിൽ മെസ്സിയാണ് ടോപ്പ് സ്കോറർ. അർജന്റീന കളിച്ച ഒരു കളി തോറ്റിട്ടില്ല. ഇത് അവരെ കഴിവുകൊണ്ടാണ്, അത് വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ കഴിവില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അർജന്റീന നല്ല ടീമാണ്, മെസ്സി വേൾഡ് ക്ലാസ് പ്ലെയറുമാണ്. പക്ഷേ ഈ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ഗ്രൂപ്പിലെല്ലാം കുഞ്ഞു ടീമുകളായിരുന്നു. അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ അഡ്വാൻറ്റേജ് ഇനി കിട്ടണമെന്നില്ല. 16-ലോ അല്ലെങ്കിൽ ക്വാർട്ടറിലോ സെമിയിലോ ഒന്നും ഇത് കിട്ടണമെന്നില്ല. ഇതിൽ നിന്നും വലിയ ടീമുകളെ നേരിടേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് യഥാർത്ഥ അർജന്റീന എല്ലാവരും കാണാൻ പോണം. അർജന്റീനയുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ അപ്പോഴാണ് അറിയാൻ പോണം. ഈ ക്രിട്ടിസൈസ് ചെയ്യണവരെല്ലാം ആ സമയത്താണ് ശരിക്കും അർജന്റീനയെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളത്. അവർ കളി ജയിച്ചതൊരിക്കലും അവരെ തെറ്റുകൊണ്ടല്ല. പക്ഷെ നമ്മൾ ഇനി കാണേണ്ട അർജന്റീന ശരിക്കും വരാനിരിക്കുന്നതേ ഉള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് മെസ്സിയുടെ ഈ ഒരു മിന്നും പ്രകടനം ശരിക്കും നമുക്കൊരു ഹിസ്റ്ററി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും അർജന്റീനയെ ചവിട്ടി താഴ്ത്തുന്നവർ ഇതും കൂടെ ഒന്ന് കേട്ടിട്ട് വേണം, ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ.